ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ പുതിയൊരു യാത്രയിലാണ്. അൻസാറുണ്ട്. അപ്പോൾ നമ്മൾ ആലുവയിൽ നിന്ന് നേരെ മൂന്നാർ വന്ന് മൂന്നാറിന്ന് ഗ്യാപ്പ് റോഡ് വഴി പൂപ്പാറക്ക് പോവാണ്. അപ്പോൾ വ്യത്യസ്തമായ ചില കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വന്നേക്കാണ്. അൻസാർ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ എന്തായാലും കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അതെ, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടിപൊളി ഒരു വിഷ്വലാണ് ഇപ്പോൾ ഈ റോഡ് എന്ന് പറയുന്നത്, ഈ റൂട്ട് എന്ന് പറയുന്നത് അടിപൊളി വിഷ്വലാണ്. പൂപ്പാറ തേനി റോഡ്, ഗ്യാപ്പ് റോഡ്. അപ്പോൾ ആ റൂട്ടിൽ കൂടിയാണ് നമ്മൾ പോകണേ. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ കുറച്ച് കാഴ്ചകളുമായിട്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളി, ഒന്നും പറയാനില്ല. അത് സൂര്യൻ നിൽക്കുന്ന ഇപ്പം രാവിലെ തന്നെ ഉണ്ട്. നമുക്ക് കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടണ ഇങ്ങനത്തെ ഒരു സൺറൈസും ഫോഗും കാര്യങ്ങളും. ആ മലകൾ നോക്കളിയോ, ആവശ്യമുണ്ട് പിന്നെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. എന്താ ഭംഗിയില്ല സാറേ. അതെ അതെ, അങ്ങനത്തെ കോടം നിൽക്കണ ആ ഫോഗ് അടിപൊളി കേട്ടോ. അങ്ങ് അറ്റത്ത് അതാണ് ടോപ്പ് അടിപൊളി അല്ലേ. ആ അത് രസമായിട്ടുണ്ട്. ആ സൂര്യന്റെ പ്രകാശം അടിക്കുമ്പോ തന്നെ കണ്ട എന്താ ഭംഗി നോക്ക്. ഒളിച്ചെന്തായാലും എന്തായാലും ഈ റൂട്ട് അല്ലേ വളരെ മനോഹരമായിട്ടുണ്ട്. തമിഴ്നാടിന്റെ ബസ്സാണ് കേട്ടോ. അത് ഇവിടുന്ന് മൂന്നാറിന് കമ്പം തേനി വഴി പോണ ബസ്സാണ്. അതെ അതെ ഗൈസ്, ഞങ്ങളങ്ങനെ മറ്റൊരു വ്യൂ പോയിന്റ് കണ്ടു. നല്ല കിടിലം വ്യൂ പോയിന്റ് ആണ് കേട്ടോ. കാണിച്ചു തരാം. അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. കിടിലൻ വ്യൂ. അതെ, ഓ എന്താ ഭംഗിയല്ലേ. ആ രാവിലെ വരുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടല്ലോ, മൂന്നാറിന്റെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ കാണാനായിട്ടുള്ളത്. ആ സൂര്യൻ നിൽക്കുന്ന നോക്കാൻ പറ്റുന്നില്ല എനിക്ക്. കണ്ണിലേക്ക് അടിച്ചിട്ട് കണ്ണിന് വെള്ളം വരുന്നത്. അതെ അതെ, കയറി വന്ന റോഡ് നോക്ക്. നമ്മ പോണ റോഡാന്നുള്ളത്, ഇറങ്ങി പോണ റോഡാണ്. അല്ലടാ, നമ്മൾ അതിലെ കയറി വന്നിട്ട് ഇതിലല്ലേ കയറി വന്നേ. എങ്ങനെയൊക്കെ വന്നത് വ്യൂ അടിപൊളിയല്ലേ. അതെ അതെ, സൂപ്പർ. നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റ് വീശുന്നല്ലേ, എന്താലേ. അപ്പൊ ഞങ്ങള് ഈ ഒരു കാഴ്ച കാണാനായിട്ട് വന്ന ടൈം എന്ന് പറയുന്നത് രാത്രി 11 മണിക്കാണ് വീട്ടിൽ ഞങ്ങൾ ഇറങ്ങണേ. ഏകദേശം ഒരു 3:30 ആയപ്പോഴത്തേക്കും ഞങ്ങള് മൂന്നാർ ടൗണിലെത്തി. അവിടെ കിടന്ന് വണ്ടി തന്നെ കിടന്ന് ഉറങ്ങിയതിന് ശേഷമാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു ചായ കുടിച്ച് 6 മണിയാകുമ്പോൾ നമ്മൾ മൂന്നാർ ടൗണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. വന്ന് ഇപ്പൊ ഇവിടം വരെ എത്തിയിട്ട് ഇവിടെ പൂപ്പാറ പോകുന്ന റൂട്ടാണ്, തേനി റൂട്ട് തന്നെയാണിത്. അപ്പൊ കിടിലൻ റൂട്ട്. ഓ എന്താ ഭംഗിന്നുണ്ടോ, നമുക്ക് എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയാൻ പാടില്ല സാറേ. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടണത്. സൂര്യന്റെ പ്രകാശം തന്നെ കിട്ടിക്കാച്ചിയായിട്ട് അടിക്കുന്നത്. നമ്മുടെ കൂടെ വേറെ പേരെന്താ? ജലാലിന്റെ പേരൊന്നും അറിയില്ല. ജലാല എങ്ങനെയുണ്ട് ജലാല? ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഓസം. എടാ ഇത് നോക്കിക്കടാ, ഇതൊക്കെ വേറെ കാര്യം കൊണ്ടിട്ടത്. ഇതുണ്ടാവും മണ്ണെങ്ങാനും ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാ സീനാണ്. വണ്ടി ഇവിടെ ഇടാൻ പാടില്ല. വണ്ടി ഇട്ടണ. പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം നമുക്ക് പ്രത്യേകം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ റൂട്ടിൽ കൂടി വരുമ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് ഒതുക്കണം. കാരണം ഈ മല ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതായത് ഈ റോഡിന്റെ പണി പുരോഗമിക്കുന്നതിൻ്റെ ഒപ്പം നല്ല ഈ സൈഡൊക്കെ ഇടിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ മല കല്ലൊക്കെ മേളിൽ നിന്ന് ഉരുണ്ട് വീഴാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ നമ്മൾ നിൽക്കുക, വണ്ടിയൊക്കെ അടിപൊളി സൂക്ഷിച്ച് പാർക്കിംഗ് ഒക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ അതാ മറ്റൊരു വ്യൂ പോയിന്റ് എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടിയുടെ പാർക്ക് ചെയ്ത് അല്ലേ. അടിപൊളി കിടിലൻ വ്യൂ പോയിന്റ് ആണ് കേട്ടോ. സൂര്യപ്രകാശം മഞ്ഞുപാളിയിൽ കൂടി വരുമ്പോൾ ആ ഒരു പ്രത്യേകത കണ്ട എന്താല്ലേ. ആ ചെറിയ കുന്നുകളും കിടിലൻ വ്യൂ ആണ് കേട്ടോ. പോകുന്ന റൂട്ടിലൊരു കിടിലൻ വ്യൂ പോയിന്റ് ഉണ്ട്. നല്ല കാറ്റുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അല്ലേ സാറേ. ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് കഴിയുന്നവരും നല്ല കിടിലൻ തണുപ്പ് കൂടുതലായിട്ട് വരും കേട്ടോ അല്ലേ. എന്തായാലും ഇവിടെ നിന്നുള്ള കാഴ്ച വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ്.
താഴെ കുറെ പാടശേഖരങ്ങളുണ്ട്. ഗേസ്, അപ്പം ഞങ്ങൾ നിൽക്കുന്നത് പെരിയ കനാൽ എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിലാണ് കേട്ടോ. ഞങ്ങളുടെ തൊട്ട് ബാക്കിലാണ്, നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മുടെ വെള്ളച്ചാട്ടം. ഞാൻ കാണിച്ചു തരാം. ഇതില് എന്താ ഓസം, സൂര്യപ്രകാശത്തിലാണ് സംഭവം തിളങ്ങണത്. എണീക്കാമില്ലാണ്ടായി പോയി, ഭയങ്കര നഷ്ടമായി പോയിട്ട് നമുക്ക് അല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ വെള്ളച്ചാട്ടം കാണുന്നതാണ്. ഒഴുകി വരണ നോക്ക്, എന്താ ഭംഗിയല്ലേ. അതിങ്ങനെ വന്നിട്ട് അത് പോകുന്ന വഴി എന്ന് പറയണത് ഇതാ ഇവിടെ അങ്ങോട്ട് പോകും. കണ്ടോ, ഇതിലങ്ങോട്ട് ഒഴുകി താഴത്തേക്ക് പോകുന്ന സീനാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ മറ്റൊരു സ്പോട്ടിലേക്ക് പോവാണ്. എന്തായാലും കിടിലൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അടിപൊളി, പൊളിച്ചടിക്കുക. ബാക്ക്ഗ്രൗണ്ടൊക്കെ നീല കളർ. അൻസാറ് അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പറ്റുന്നുണ്ട്. പോലെ അൻസാറേ, ഓക്കെ നമുക്ക് പോയാലോ. ബാ, പുതിയ കണ്ണട മേടിച്ചിട്ടാ. പുതിയ കണ്ണട അല്ലടാ, പഴയ കണ്ണട. ഏതാ ബ്രാൻഡ്? ഏതാണ് ബ്രാൻഡ്? എന്തൊക്കെയോ ഒരു ബ്രാൻഡ്. 1500 ആയിട്ടെന്ന് എനിക്കറിയാം. ഏതൊരു ബ്രാൻഡാ? മൂണ്ട്രെ മൂഞ്ചി നോക്കട്ടെ. ഇനി പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും തായോന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കിട്ടും, വെട്ടടിക്കാനുള്ള കാശ് കിട്ടും. അപ്പൊ അതാ അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഇവിടെ മൊത്തം വ്യൂ പോയിന്റ് ആണല്ലോ. എവിടെ നിന്നാലും വ്യൂ പോയിന്റാ. വണ്ടി നിർത്തി പോരാനാ തോന്നുള്ളൂ അല്ലേ? എന്താ വണ്ടി നിർത്തി പോരാനാ തോന്നുള്ളൂ നമുക്ക്. ഏതാണ് ഈ നടൻ? പറയല്ലേ, നടനാന്ന് പറയല്ലേ. അവിടെ ഡാമ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളിപ്പോ പോകുന്ന റൂട്ടിൽ ഒരു കിട്ടിക്കാച്ചി ഒരു കാഴ്ച കണ്ടിട്ടൊന്ന് വണ്ടി ഒന്ന് സ്ലോ ആക്കിയാണ്. അവിടെ നോക്കിയാൽ സാറേ എന്താ ഭംഗി നോക്കുക. ആ ഒരു അതെന്താണ്, ഡാമിന്റെ റിസർവോയറോ അങ്ങനെ എന്തെങ്കിലും ആണോ? അതെനിക്ക് ഡാമിന്റെ സൂര്യനെല്ലി ഇതില്ലടാ, സൂര്യനെല്ലി കനാൽ അങ്ങനെ എന്തോ പറഞ്ഞ സംഭവല്ലേ? അതല്ലടാ, ഡാമിന്റെ റിസർവോയറാണത്. അതേടാ അതേടാ, അറിയോ ഇത് അവിടെ കാണുന്നത്. നമ്മൾ വന്നപ്പോ കണ്ട ആ റിസർവോയറിനല്ല, അത് ആനയറങ്കൽ ഡാമിന്റെ റിസർവോയറാണ് നമ്മൾ വന്ന് കണ്ടത്. നമ്മളങ്ങനെ ആനയറങ്കൽ ഡാമിന്റെ കാഴ്ചകളും കണ്ടിട്ട് ഇപ്പോൾ പൂപ്പാറ എന്ന് പറയുന്ന ആ ഗ്രാമത്തിലെത്തിയിട്ടാ. ഇടുക്കി ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് പൂപ്പാറ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആ ഒരു സിറ്റിയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ രാജാക്കാട് വഴി ആലുവക്ക് പോവാണ്. അപ്പോൾ ആ വിഷ്വൽസ് ഒന്നും ഞാൻ അധികം എടുക്കുന്നില്ല. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് In 50 meters, sharp right toward Munnar-Gumili Highway. അവിടുന്ന് ആ വഴിയാണ് നമ്മൾ വന്നത്. അതുകൂടാതെ നമുക്ക് ഇപ്പം ഈ കാണുന്ന രാജാക്കാടിലേക്ക് പോകുന്ന റോട്ടിൽ കൂടി വേണം നമുക്ക് പോകാനായിട്ട്. ഇപ്പോൾ പൂപ്പാറ എന്ന് പറയുന്ന സിറ്റിയിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മൂന്നാറിന് പൂപ്പാറ റൂട്ടിൽ വന്ന കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിലെ അടിപൊളി എന്ന് പറയാനില്ല. എങ്ങനെയുണ്ടായിരുന്നു സാറേ? നമ്മൾ വന്നാല് വെളുപ്പിന് വന്നാലും ഈ കാഴ്ചയൊക്കെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. അതെ, ആ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു കാഴ്ചയാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. മേഘത്തിന്റെ ഇടയിലൂടെ ഒരു അടിപൊളിയായിരുന്നു. അതായത് സംഭവം റൂട്ടൊക്കെ അടിപൊളിയാണ്. പിന്നെ ആനനെ കാണാൻ കഴിഞ്ഞു അല്ലേ? അത് നമ്മുടെ അരിക്കൊമ്പന്റെ കേട്ടത്. എന്തായാലും അരിക്കൊമ്പനെ ഇഷ്ടമുള്ള ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അരിക്കൊമ്പന് ഇഷ്ടമില്ലെങ്കിൽ ചാനലിൽ അല്ല
കമന്റ് ചെയ്യല്ലേ. അത് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അല്ലേ. അതെ അതെ. അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടത്, നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് കാണാം. അപ്പോ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വ്യത്യസ്തമായ കുറെ കാഴ്ചകളുമായിട്ട് വീണ്ടും വരും. അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, എല്ലാം ചെയ്തേക്കാം, ഷെയർ ചെയ്യാം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വാട്സാപ്പ് വഴി അങ്ങനെ ഷെയർ ചെയ്യാം. മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമ്മളെ. അപ്പൊ മറ്റൊരു വീഡിയോ തന്നെ അതുവരേക്കും